എടാ കുറച്ചൊക്കെ നാണമുണ്ടോ നിനക്കൊക്കെ? നിനക്കൊക്കെ മര്യാദയുണ്ടോ? അല്ലെങ്കിൽ നീയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണോ ജീവിക്കുന്നേ? ഇവിടെ ഓരോ ഫുട്ബോൾ ക്ലബ്ബ് ജയിക്കുന്ന സ്റ്റോറി, അല്ലെങ്കിൽ ഓരോ സിനിമ ഇവിടെ മൃണാളിന്റെ ഫുഡിനകത്തുണ്ടായിരുന്ന ഈച്ചയുടെ കണക്കായിരുന്നു കഴിഞ്ഞ ദിവസം യൂട്യൂബിലെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ മെയിൻ ഹാഷ്ടാഗും സ്റ്റോറികളും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മുസ്ലിം സുഹൃത്തുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം പാലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ആക്ച്വലി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അച്ഛന്മാർ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ പുറത്തേക്ക് അറിയാൻ പാടില്ല. മോശം. അതുപോലെ തന്നെ ഹിന്ദുക്കളായ സുഹൃത്തുക്കൾക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മതം മറ്റുള്ള മതങ്ങളാൽ നശിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് അവരിറങ്ങി തിരിച്ച് അവരുടെ മതത്തെ നേരെ നിർത്തണം. എടാ, നാണമുണ്ടോ നിനക്കൊക്കെ? വേറൊന്നുമല്ല, ഈ കർണാടകത്തില് ഏകദേശം 400-500 പെൺകുട്ടികള് മരിച്ചു, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യപ്പെട്ടു എന്ന് ഉള്ളൊരു വാർത്ത വന്നു. അതിനകത്ത് ആക്ട് ചെയ്യുന്ന ആളുകൾ പറയുന്ന അവർക്ക് പേടിയാണ്. അവര് ന്യൂസ് കാണുമ്പോൾ അവർ നാളെ ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ഇതൊക്കെ ഒരു ചെറിയ ന്യൂസ് ആയിട്ടാണ് തോന്നുന്നത്. 500 പേര് 600 പേരെ കൊന്നിരിക്കുന്നു പെൺകുട്ടികളെ. പോലീസിന്റെ കയ്യിലുള്ള മിസ്സിംഗ് കേസസ് ആണിത് 485. ഒഫീഷ്യലി അല്ലെങ്കിൽ എത്രയാണ് ശരിക്കും എന്നുള്ളത് അറിയത്തില്ല. കാരണം ഈ പറയുന്ന ധർമ്മശാല എന്നുള്ളൊരു അമ്പലം ഹൈന്ദവർക്കും അതുപോലെ തന്നെ ജൈനമതത്തിലുള്ള ആളുകൾക്ക് ഇമ്പോർട്ടൻ്റ് ഒരു അമ്പലം. ഞാനിവിടെ അമ്പലത്തെ എന്താ പറയുക കൊണ്ടുവരുന്നില്ല വിഷയത്തിൽ. ഞാനിവിടെ പറയുന്നത് ഒരു സീരിയൽ കില്ലേഴ്സിൻ്റെ ഒരു നാടിനെ പറ്റിയാണ്. ആ നാട് കാണാൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ അമ്പലത്തിനെ കാണാൻ വേണ്ടി വരുന്ന പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗത്തെ പറ്റി. അവർക്കെതിരെ ഒരു കേസ് എടുക്കാനോ ഒന്നിനും ഇതുവരെ ഒരു ഭാഗത്തുനിന്നും ഒരു സഹകരണം ഉണ്ടായിട്ടില്ല. ഇവൻ മീഡിയയിൽ പോലും സ്ട്രോങ് ആയിട്ട് ന്യൂസ് വരുന്നില്ല. ഏതൊക്കെയോ ശക്തരായിട്ടുള്ള ആളുകളുണ്ട്. നമ്മളെപ്പോലെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പലർക്കും ന്യായം കിട്ടാതെ അത് കുഴിച്ചു മൂടപ്പെടും. ഞാൻ പറഞ്ഞ 16-15 വയസ്സുള്ള പെൺകുട്ടികളുടെ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് മേലേക്കുള്ള ആളുകൾ സ്ഥിരം ടൂർ പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളും സ്കൂളിൽ നിന്ന് ടൂർ പോയൊരു സ്ഥലമാണ്. ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരികൾ അന്ന് യാത്ര ചെയ്ത് വന്നവർ തിരിച്ച് ജീവനോടെ വന്നു എന്നൊരു അത്ഭുതമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് ഓർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാരും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളൊരു സ്ഥലമാണ് എൻ്റെ സ്കൂളിൽ നിന്ന് ടൂറായിട്ട്. അത് ഓർക്കുമ്പോഴാണ് എനിക്കിത് ചില്ലിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും നിങ്ങൾക്ക് സമയമില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഹാഷ്ടാഗോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ നിനക്കൊന്നും ഫീലിംഗ് ഇല്ല എന്നുള്ളത് കാണുമ്പം അത്ഭുതം തോന്നുന്നു.